മാധവ മേനോന്റെ വീട്? റിട്ടയർഡ് ക്യാപ്റ്റൻ അല്ലേ? അതെ. വീടല്ല, ബംഗ്ലാവ്. സാർ, ഞാൻ റിട്ടയർഡ് ക്യാപ്റ്റൻ മാധവ മേനോന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ബംഗ്ലാവ്. നിങ്ങളുടെ പേര്? ഗോപിനാഥ് മേനോൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മകനില്ല. വളരെക്കാലം മുൻപേ ആ മകൻ ആത്മഹത്യ ചെയ്തു.
എവിടെയാണ് മേനോൻ? അദ്ദേഹം എവിടെയാണ് കിടക്കുന്നത്? അറിഞ്ഞുകൂടാ. നിങ്ങളാരാ? അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ. മകനോ? അതെ, ഗോപി. ഞാൻ പിന്നെ വരാം. ഗോപേട്ട, ഗോപേട്ട, എന്നെ ഓർമ്മയുണ്ടോ? മാലു, എന്താ തനിച്ചിവിടെ? എന്നെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. മാലു, അമ്മേ, ദേ ഗോപിയേട്ടൻ. നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. വാടി, നമുക്ക് പോവാം. ഗോപിയേട്ട, നേരെ വീട്ടിൽ നീ വരുന്നില്ലേ? ഞാൻ നാളെ വരാം. അച്ഛന് നിമിഷങ്ങളേ ഉള്ളൂ. ആ കസേരയിൽ ഇരിക്കൂ. എനിക്ക് അച്ഛനെ കാണണം. വേണ്ട, സ്വസ്ഥമായി യാത്ര പറയട്ടെ. ഡോക്ടർ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. എന്തുകൊണ്ട്? എനിക്ക് അദ്ദേഹത്തെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട്. പ്ലീസ് ഇരിക്കൂ, എനിക്ക് അല്പം ജോലിയുണ്ട്. പക്ഷെ ഡോക്ടർ, എനിക്ക് കമ്പി അടിച്ചിരുന്നു. മോനെ, അമ്മേ, എനിക്ക് അച്ഛനെ കാണണം. ഡോക്ടർ പരിശോധിച്ചിട്ട് വരട്ടെ. അതിനുള്ള സമയമുണ്ടോ? ദൈവത്തിന്റെ കൈകളില. ലക്ഷ്മിയമ്മേ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എല്ലാ മുഖങ്ങളും ചുറ്റുമുണ്ടായിരിക്കണം. ഗോപി, നീ വരണ്ട. അച്ഛന്റെ സ്വസ്ഥത ഞാൻ നശിപ്പിക്കില്ലമ്മേ. വേണ്ട, നീ അദ്ദേഹത്തെ കാണണ്ട. വർഷങ്ങളായി ഞാനൊന്ന് കാണാൻ സാധിക്കും. ഇനി ഇനി
നീ വന്നത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞവരാരും എന്നെ അകത്തേക്ക് അയച്ചതുമില്ല. ആ, എല്ലാം വിധിയാണ്. മരിക്കുന്നതിന് മുമ്പ് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. മിസ്റ്റർ ജയൻ, അമ്മയെ ആശ്വസിപ്പിക്കൂ. ഗോപി, വരൂ. വെസ്റ്റേൺ ഡാൻസ് അറിയാമോ? ഫസ്റ്റ് ഡാൻസ്, ഡാൻസ് നാടൻസ്. അതെങ്ങനെയാ? സ്വല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ ചെയ്യാം. നോക്കിക്കേ, നോക്കിക്കേ. ചെത്തിമന്ദാരം തുളസി പിച്ചകപ്പു മലകൾ ഗുരുവായു അപ്പ നിന്നെ കണി കാണണം. തമാശ തമാശ തമാശ, നാക്കെടുത്ത് തമാശ പറഞ്ഞു. തമാശക്കാരി. അച്ഛന്റെ ചിതയുടെ ചൂടാറിയിട്ടില്ല. അതിന് ഉണ്ണിയേട്ടന്റെ അച്ഛനല്ലല്ലോ അങ്കിൾ മരിച്ചത്, എന്റെ ഡാഡിയും അല്ല, ഗ്രാൻഡ് പാ അല്ലേ? അപ്പോൾ ദുഃഖമുണ്ടാവില്ല അല്ലേ? ഇല്ല. നിന്നോട് എന്ത് പറയാനാണ്? ഗ്രാൻഡ് പായുടെ മരണം കൊണ്ട് ഈ വീട്ടിൽ ആർക്കും സങ്കടമില്ല. യമുനെ, ആ, എല്ലാം അഭിനയമാണ് അങ്കിൾ. പണക്കാരുടെ വീട്ടിൽ മരണം ഒരു മൈനർ കേസാണ് ഗോപിയേട്ട. ഞാനൊരു രഹസ്യം പറയട്ടെ അങ്കിൾ? അങ്കിളിനെ കമ്പടിക്കാൻ ആരും പറഞ്ഞില്ല. പലർക്കും കമ്പി അടിച്ചിട്ടും പണം കുറെ ബാക്കിയുണ്ടായി. അപ്പൊ ഗോപിയേട്ടനൊന്ന് വെച്ച് കാച്ചി, ഇത്രേ ഉള്ളൂ. എന്നെ അറിയിക്കാൻ ആരും ഇഷ്ടപ്പെട്ടില്ല. അത് നടക്കുവോ? ഞാനതിന് സമ്മതിക്കോ? തമാശ. മാമേ, ഗ്രാൻഡ് എവിടെ? എനിക്കറിയില്ല, നീ ചെന്ന് നോക്ക്. കാപ്പി ആർക്കാ ജാനകി? ജയൻ സാറും ഡോക്ടറും മുകളിലുണ്ട്. അപ്പൊ ഗ്രാൻഡ് അവിടെ ഉണ്ടാവും. ഓ, ഗ്രാൻഡ് ഇങ്ങനെ എവിടെയൊക്കെ തിരക്കി. എന്തിനാ മോളെ? ഒരു കാര്യം ചോദിക്കാൻ. എന്താ? ഞാൻ കരഞ്ഞാൽ എന്റെ മമ്മ എന്നെ ആശ്വസിപ്പിക്കില്ലേ? പിന്നെ ഗോപിയങ്കിൾ എപ്പോഴും സങ്കടത്തില്ല. അപ്പൊ ആശ്വസിപ്പിക്കേണ്ടത് ഗ്രാൻഡ് അല്ലേ? എടി പെണ്ണെ, നിന്റെ സാമർത്ഥ്യം കൂടി പോകുന്നു. നീ എന്തിനാ അവളെ ശാസിക്കുന്നത്? ഞാൻ ഇത്രയും കാലം കുറ്റമില്ലാത്തൊരു ഭാര്യയായി ജീവിച്ചു. പക്ഷേ ഒരമ്മയായിരുന്നില്ല. ഈ ഗ്രാൻഡ് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. ജാനകി എവിടെയുണ്ടോ? അപ്പുറത്തെങ്ങാനും കാണും. സൂക്ഷിക്കണം. എന്തിനും? അല്ല, അവള് ഡൽഹിയിലേക്ക് കൂടെ പോരാൻ വേണ്ടിയിട്ട് ജയേട്ടനെ പിടികൂടിയിരിക്കുക. ജയേട്ടനോടല്ല, എന്നോടാ പറഞ്ഞത്. ആ, രണ്ടും ഒന്ന് തന്നെ. പക്ഷെ പെണ്ണിനെ കണ്ടില്ലേ? ഒഴുക്കിലടങ്ങാത്ത ജാതിയാ. ഡൽഹിയാ സ്ഥലം. ഉണ്ണിക്ക് പരിചയമുണ്ടോ? അല്ല, പരിചയമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതായാലും പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമല്ല. എന്താ കാരണം? അതിപ്പോ ഞാൻ എങ്ങനെയാ വെട്ടി തുറന്ന് പറയാ? എന്നാ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ആ ഒഴിവിലേക്ക് നല്ലൊരാളെ, നല്ല സ്വഭാവമുള്ള ഒരാളെ കൊണ്ടുപോകണം. അത് ഉണ്ണി തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ജയേട്ടനോട് പറയൂ. അല്ല, അതിലും വെയിറ്റ്. ഉണ്ണി എത്ര കിലോ ഉണ്ട്? മിണ്ടിയ തമാശ, നാക്കെടുത്ത തമാശ, ചിരിപ്പിച്ചിരിപ്പിച്ച് മനുഷ്യനെ കൊല്ലു. എന്തൊരിപ്പാണ് ഗോപേട്ട? കുളിക്കുന്നില്ലേ? കുളിക്കുന്നില്ലെന്നോ? വേണം. വേറെ തുണിയില്ലേ? ഇല്ല.
ഇത് വല്ലാതെ മുഷിഞ്ഞു. ഞാൻ അലക്കിത്തരാം. ഈ ദുഃഖങ്ങളൊക്കെ കളയുന്നേ. ഈ ജന്മത്തിൽ അതിന് സാധിക്കും. ഒരച്ഛന്റെ മരണത്തിൽ ഇത്ര വലിയ സങ്കടം ഞാൻ കണ്ടിട്ടില്ല. ഒരച്ഛനും ഇങ്ങനെ മരിച്ചിരിക്കില്ല. ആരും എന്നോട് സംസാരിക്കുന്നില്ല. നീയെങ്കിലും അറിയാവുന്നത് പറയുമെന്ന് ആഗ്രഹിച്ചു. ഗോപിയേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷം ശേഷം ഞാനിവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ട്? പറയൂ, എന്തുകൊണ്ട്? പറയൂ മാലു, പറയാതെ ഞാൻ വിടില്ല. എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് യാചിച്ചു. അമ്മ കരഞ്ഞു, നീ കരഞ്ഞു, ജേട്ടൻ ഗോപിയങ്കിൾ, അങ്കിൾ എന്തിനാ മാലു ചേച്ചിയുമായി പിണങ്ങിയത്? ഞാൻ ആരുമായി പിണങ്ങില്ല. പിണങ്ങിയില്ലെങ്കിൽ ചേച്ചി അവിടെ തന്നെ നിൽക്കുവോ? തമാശ പറയല്ല, പിണക്കം ഇണക്കത്തിന്റെ തുടക്കമാണ്. നല്ല ചേച്ചിയാണ് അങ്കിൾ, പാവം. ചേച്ചിയെ കരയിക്കരുതേ. ആ കുട്ടിക്ക് ഒരു പ്രേമത്തിന്റെ അസ്ഥ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ പോത്ത് കരയും പോലെ കാര്യം. പോത്തല്ല, കഴുത. രണ്ടും ഒന്ന് തന്നെ, ബുദ്ധിയില്ലാത്ത വർഗം. അപ്പൊ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ചീത്തയാ? ചീറ്റയൊന്നല്ല, പക്ഷേ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല. ഉണ്ണിക്കൊരു കല്യാണ സദ്യ തരേണ്ടി വരുമല്ലോ എന്ന് കരുതിയാണ് ഗോപിയേട്ട മാറിക്കളഞ്ഞത്. വാ. വാ. ചേച്ചി കരഞ്ഞോ? ഇല്ല. അത് കണ്ണിൽ കരടി പോയതാ, അല്ല കരട് പോയതാ. ഗോപിയേട്ടൻ എങ്ങോട്ടാ പോയത്? ചോദിച്ചില്ല. പാവം, എത്ര അസ്വസ്ഥനാണ്. ആരുമില്ലാത്തതുപോലെ. എല്ലാരും ഉണ്ടല്ലോ. ആ, അതപ്പൊ കുഴപ്പം. എല്ലാവരും ഉണ്ട്, എന്നാ ആരുമില്ല. ഗോപിയേട്ടനെ എങ്ങനെ സഹായിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു രൂപം കിട്ടുന്നില്ല. ഈ ചേച്ചി മിണ്ടും പോയിക്കും കരഞ്ഞെന്തിനാ? എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ചിരിക്കൂ. ഈന്ന് ഈ മോള് നാക്കെടുത്ത തമാശ പറയുള്ളൂ. തമാശക്കല്ല തമാശക്കല്ല. അതാ ചിരിച്ചു, ഞാൻ ചിരിച്ചിട്ട്. അമ്മേ, ദയവ് ചെയ്ത് നീ എന്നോടൊന്നും ചോദിക്കരുത്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്നെ കാണുമ്പോൾ ഭയപ്പെടുന്നു എന്തിന്? മോനെ, ഒരമ്മയേക്കാൾ കൂടുതൽ നിന്റെ അച്ഛന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളായി കരുതിയ ഒരു ഭാര്യ മാത്രമായിരുന്നു ഞാൻ. അദ്ദേഹത്തിന് മധുരം ഇഷ്ടമല്ലായിരുന്നു. ഞാനും അത് ഉപേക്ഷിച്ചു. അത് അമ്മയ്ക്ക് അച്ഛനോടുള്ള കടമ കൊണ്ട് മാത്രമായിരുന്നു. അല്ല, എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. നിന്റെ അച്ഛൻ നായ്ക്കളെ വെറുത്തപ്പോ ഞാനും വെറുത്തു. അച്ഛന് നായ്ക്കളെ വെറുപ്പായിരുന്നു. ഗോപി, അമ്മയുടെ ദുഃഖം മാറുന്നവരെങ്കിലും. എന്റെ ദുഃഖത്തെ പറ്റി ചേട്ടനൊന്നും പറയാനില്ല. മരിക്കുന്നതുവരെ അച്ഛന്റെ ജീവിതത്തിൽ നിറഞ്ഞു വന്ന വേദനയായിരുന്നു നീ. ഇപ്പൊ അമ്മയുടെ. അച്ഛൻ എന്തിന് എന്നെ ചൊല്ലി വേദനിച്ചു? അമ്മ എന്തിന് വേദനിക്കുന്നു? പറയൂ ചേട്ടാ.
എന്താണ് എന്താണ് ഒരു വല്ലായ്മ? ഓ ഒന്നുമില്ല. ഓ, സ്വന്തം കുടുംബകാര്യങ്ങൾ എന്നോട് പറയുന്നത് കുറച്ചിലായിരിക്കും. എന്റെ ശാരദയായാലും നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ജയേട്ടൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. അമ്മ വളരെ അസ്വസ്ഥയാണ്. ഗോപി ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. ഈ കുടുംബത്തിന്റെ ഭദ്രത തകരരുതല്ലോ. ഇത്രത്തോളം വളരാതെ ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷേ അച്ഛനുണ്ടായിരുന്നപ്പോൾ ആജ്ഞകൾ അനുസരിക്കുന്നതിനെ എല്ലാവർക്കും കഴിഞ്ഞിരുന്നുള്ളൂ. നീ ഉറങ്ങിയില്ലേ മോളെ? ഇല്ല, ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ് മമ്മി. Good idea. കുഞ്ഞ് കാപ്പി കുടിച്ചില്ലല്ലോ. ഞാൻ ഇന്ന് ഗോപി അങ്കിളുടെ കൂടെയാണ് കാപ്പി കുടിക്കുന്നത്. അയ്യോ, അങ്ങനെ നേരം വെളുത്തപ്പോ പോയതല്ലേ. എങ്ങോട്ട്? കഷ്ടമായി. ഞാനിന്ന് അങ്കിളിനെയും കൂട്ടി ഒന്ന് ചുറ്റാൻ വിചാരിച്ചിരിക്കായിരുന്നു. പിന്നെ അവന് നിന്നെ കൊണ്ട് ചുറ്റലല്ലേ ജോലി? ഡാഡിക്ക് അറിയാനിട്ടാ. ഞാൻ നമ്മുടെ അമ്പലത്തിന്റെയും വെളിച്ചപ്പാടിന്റെയും കഥ പറഞ്ഞപ്പോ കേൾക്കാൻ അങ്കിളിന് എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നോ. നീ വേണ്ടാത്തതൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഗോപിയുടെ തലേ കയറില്ല. ശരി, ഞാൻ പോയിട്ട് വരാം. മമ്മി, ഡാഡി എങ്ങോട്ടാ പോന്നെ? ഡോക്ടർ എറാഡിയുടെ വീട്ടിലേക്ക്. ഇവിടെ ആണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും തിരക്കാം. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ജാനകി വരൂ, നമുക്ക് പോവാം. അല്ല, എങ്ങോട്ട്? ഞാൻ ഡോക്ടറുടെ വീട്ടിലേക്ക് പോവുക. പോകുന്ന വഴിക്ക് ഞാൻ ആ കല്ലറ മുക്കിൽ ഇറങ്ങിക്കോളാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഉണ്ണി മെല്ലെ ഇറങ്ങി നടന്നു വന്നാ മതി കേട്ടോ. അങ്ങനെ മതിയോ? അങ്ങനെ ചെയ്യാം. കണ്ടുപിടി. എന്താ പണിയേട്ടാ, കാലത്തെ മൂഡ് ഔട്ടായോ? അങ്ങനെയൊന്നുമില്ല. കാറുകളിൽ ലോറിയൊന്നും ഞാൻ കാണാത്തൊന്നുമല്ല. എന്റെ അച്ഛൻ കള്ളുഷാപ്പ് കൊടുത്തിരുന്ന കാശുണ്ടെങ്കിലേ കാറല്ല കപ്പൽ വരെ വാങ്ങിയത്. എന്ത് ചെയ്യുന്ന തമ്പി അങ്ങനെ നീ എന്താണ് കളി ചിരിക്കുന്നത്? തമാശക്കാരില്ലേ? വാ. കല്യാണിയമ്മയല്ലേ? അതെ, വേലുനായരുടെ ഭാര്യ. സാറിനെ ലക്ഷ്മി നിലയത്തിലാണ്. മാധവമേനന്റെ മകൻ. മേനോ സാറിന്റെ മകനോ? അതെ, ഗോപി. ഈശ്വര, എന്തൊക്കെയാ കേട്ടിരുന്നേ. വേലുനായരെവിടെ? കാണോ? കാണണം. വേണ്ട കുഞ്ഞെ. വേണം. ഉണ്ണി പറഞ്ഞു വേലുനായരെ കണ്ടാൽ ചിലതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരി, വരൂ. ആരാണെന്ന് നോക്കൂ. ഭഗവതിയുടെ ശാപമാണ്. ഞാനല്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. പോകാം. ഞാനല്ല. ഞാനല്ല.
പ്രപഞ്ചങ്ങൾ മനസ്സിൽ മണലാരണ്യങ്ങൾ ഒരു തുള്ളിദാഹ നീരുറവയ്ക്കു വേണ്ടി അലയുകയാണിന്നു ഞാൻ എന്നെ തേടുകയാണിന്നു ഞാൻ എന്നെ തേടുകയാണിന്നു ഞാൻ മായാപ്രപഞ്ചങ്ങൾ മനസ്സിൽ മണലാരണ്യങ്ങൾ സത്യം തേടി ചുടലക്കളങ്ങൾക്ക് കാവൽ നിന്ന പിതാക്കന്മാർ സത്യം തേടി ചുടലക്കളങ്ങൾക്ക് കാവൽ നിന്ന പിതാക്കന്മാർ പുത്രന്മാരുടെ ശവദാഹങ്ങൾക്ക് പ്രതിഫലം ചോദിച്ച നാട്ടിലൂടെ അലയുകയാണിന്നു ഞാൻ എന്നെ തേടുകയാണിന്നു ഞാൻ മായാപ്രപഞ്ചങ്ങൾ മനസ്സിൽ മണലാരണ്യങ്ങൾ ഗർഭം നൂറ് കുടങ്ങളിലാക്കിയ ഗാന്ധാരികളുടെ മണ്ണിലൂടെ ഗർഭം നൂറ് കുടങ്ങളിലാക്കിയ ഗാന്ധാരികളുടെ മണ്ണിലൂടെ സ്വന്തം കുഞ്ഞിനെ പുഴയിലൊഴുക്കിയ കുന്തികൾ വാഴുന്ന നാട്ടിലൂടെ അലയുകയാണിന്നു ഞാൻ എന്നെ തേടുകയാണിന്നു ഞാൻ മായാപ്രപഞ്ചങ്ങൾ മനസ്സിൽ മണലാരണ്യങ്ങൾ ഒരു തുള്ളിദാഹ നീരുറവയ്ക്കു വേണ്ടി അലയുകയാണിന്നു ഞാൻ എന്നെ തേടുകയാണിന്നു ഞാൻ എന്നെ തേടുകയാണിന്നു ഞാൻ എന്താ അത്? ഒന്നുമില്ല. ജയൻ ഇത് കാണണ്ട. മേനു സാറിന്റെ പട്ടാള ജീവിതത്തിലെ ഓർമ്മക്കുറിപ്പുകളാണ്. ഓ. അമ്മ എവിടെ? വരുന്നുണ്ട്. പെണ്ണുങ്ങളായാലേ ചുരുങ്ങിയത് ഒരു 5 വരെങ്കിലും എണ്ണം പഠിക്കണം. എന്താ ഉണ്ണി ഇപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിച്ചത്? ചിലപ്പോ അതിനെപ്പറ്റി ചിന്തിച്ചു പോകും. നമ്മുടെ ജാനകി 3 എണ്ണുന്നതിന് പകരം 2 എണ്ണി. അതുകൊണ്ട് എന്തേ ഉണ്ണിക്ക് കിട്ടുന്ന ഒരു ചായ പോയി. ജാനകി ഒരേ കാപ്പി കൂടെ കൊണ്ടുവരും. ആ കൊല്ല പോയി കൊണ്ടുപോയി ചായ. സാറ് കുടിക്കും കഴിച്ചോളൂ എനിക്ക് കൊണ്ടുവരും. കഴിച്ചോളൂ ഞാൻ കഴിച്ചോളൂ സാറേ. അവിടെയാണ് ദേവീക്ഷേത്രം ഉണ്ടായിരുന്നത്. ആര് പറഞ്ഞു? ഉണ്ണീട്ടൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. ഉണ്ണീട്ടൻ അറിഞ്ഞൂടാന്ന്.
എന്താ പേടിച്ച പോലെ? നേരാ, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. എന്തിനെ? എനിക്ക് പേടി തോന്നുന്നില്ലല്ലോ. എന്തോ എനിക്കറിഞ്ഞുകൂടാ. മേനോൻ സാറിന്റെ വിൽപത്രം അത്ഭുതകരമായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ ഒരു അത്ഭുത മനുഷ്യൻ തന്നെയായിരുന്നു. നീ ഡൽഹിക്ക് പോയാ പിന്നെ ഇവിടെ ആരുണ്ട് മോനെ? ഗോപിയെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചാൽ എന്താ? നടപ്പുള്ള കാര്യം തന്നെയാ. മേനോൻ സാർ ഉണ്ടായിരുന്നപ്പോ എല്ലാവരും അവനെ മറന്നു. എന്തിനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നീ എവിടെയായിരുന്നു മോനെ? ഞങ്ങൾ ഗോപിയെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. എന്തിന്? ഈ വീട്ടിലും പറമ്പിലും എവിടെ നോക്കിയാലും എനിക്ക് പേടിയാണ്. എന്തൊക്കെയോ തോന്നലുകൾ, എന്തൊക്കെയോ ശബ്ദങ്ങൾ. അമ്മേ, ഈ വീട്ടിൽ ഞാൻ ആരായിരുന്നു? ഗോപി, ഏട്ടനെ പോലെ നീയും മിടുക്കനാകേണ്ടവനാണ്. എന്നിട്ട് എന്തുകൊണ്ടായില്ല? ഒരു പക്ഷേ അതിന് സമയമായില്ലായിരിക്കും. ഏതായാലും ജയൻ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനത്തിലെത്തണം. ഗോപി, അച്ഛന്റെ സ്വത്തുക്കൾ ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്നെ ഇഷ്ടപ്പെടാത്ത അച്ഛന്റെ യാതൊന്നും എനിക്ക് വേണ്ട. അച്ഛന് നിന്നെ ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു? അച്ഛൻ മരിച്ചുപോയല്ലോ. അതുകൊണ്ട് എന്തും പറയാമെന്നോ? ഗോപി, ആ ധാരണ തെറ്റാണ്. ഇതാ ഈ മരണപത്രം ഒന്ന് വായിച്ചു നോക്കൂ. അച്ഛന്റെ സമ്പാദ്യത്തിന്റെ ഏറിയ പങ്കും നിന്റെ പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തമായി അല്ലേ? എന്ത് തെറ്റ്? എന്നെ വെറുത്തിരുന്നു എന്ന തെറ്റ്. മോനെ, നീയും അമ്മയെ പോലെ ഒന്നും അറിഞ്ഞുകൂടാത്തവനാ. ഞാനും ശാരദയും പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഇവിടെ ആരുണ്ട്? എങ്കിൽ ജയേട്ടൻ അമ്മയെ കൂടി കൊണ്ടുപോയിക്കോളൂ. ഗോപി, എനിക്ക് ആരോടും സ്നേഹം തോന്നുന്നില്ല. മനുഷ്യൻ എങ്ങനെ സ്നേഹിക്കാൻ പഠിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും പഠിപ്പിക്കുമായിരിക്കാം. പക്ഷേ എന്നെ ആരും സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല. ഗോപി, ഗോപി ആകെ കൺഫ്യൂസ്ഡ് ആണ്. വരൂ, നമുക്ക് അല്പം സംസാരിക്കാം. വ്യക്തമായി ഞാൻ ഇന്നും ഓർക്കുന്നു, വായനയിലൂടെയും ചിന്തകളിലൂടെയും ദൈവമില്ല എന്ന തീരുമാനത്തിൽ മേനോൻ സാർ എത്തിയ വർഷം. തറവാട്ട് വകയായ ദുർഗാക്ഷേത്രോത്സവം അദ്ദേഹത്തെ വല്ലാതെ ജ്വലിപ്പിച്ചു. ലക്ഷ്മി, നിർത്താൻ. ദാ, നിനക്ക് എന്താണ് ഇവിടെ ജോലി? വേലുനായരെ, തനിക്ക് ചെലവിന് വരുന്നു ഞാനോ അതോ ഈ പ്രതിമയോ? കല്യാണിയുടെ നിർബന്ധം. താൻ പറഞ്ഞാൽ അവൾ അനുസരിക്കില്ലല്ലേ? ആണത്തമില്ലാത്ത വേലു പോകൻ. വേണ്ട,
ഭാര്യ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി. അവൾ തരും ചിലവിന്. അഭിമാനമില്ലാത്ത വർഗം. ഞങ്ങൾ ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം. ശരി മോളെ. ആ ഗോപി, പോയിട്ട് വേഗം വരണം. വന്നിട്ട് നമുക്ക് കുറച്ചു നേരം ടെന്നീസ് കളിക്കണം. ശരി. നീ എന്തിനാ അച്ഛനോട് ലൈബ്രറി പോകുന്ന കാര്യം പറഞ്ഞേ? പറഞ്ഞാലെന്താ? അച്ഛൻ വിചാരിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ പുസ്തകം വായിച്ചു നടക്കാണെന്ന്. വിചാരിച്ചോട്ടെ. എന്നാ ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോ. എന്നാ ഞാനും പോകുന്നില്ല. ദേഷ്യപ്പെടാതെ വാ. മതി മതി. മതിയോ? എടാ ഗോപിയേ, വരുന്നു ചേട്ടാ. എനിക്കിന്നൊരു 5 ഇഡ്ഡലി കൂടുതൽ വേണം. ആ മാലുവിന്റെ കൂടെ പന്തായം വെച്ച് നീന്തി ഭയങ്കര വിശപ്പ്. അവള് ജയിച്ചത് കൊണ്ടായിരിക്കും നിനക്ക് വലിയ വിശപ്പ്. ഗോപി, ഇതാ ഞാൻ പറഞ്ഞത്, അമ്മ എപ്പോഴും പെണ്ണുങ്ങളുടെ ഭാഗത്താണ്. മറ്റന്നാൾ ഈ നേരത്തെ. ആ ചേട്ടൻ ട്രെയിനിലായിരുന്നു. അതിന് അമ്മ എന്തിനാ ഇപ്പോഴേ വിഷമിക്കുന്നത്? ചേട്ടാ, എനിക്കൂടി ഒരു ജോലി ഏർപ്പാട് ചെയ്ത് തരണം. ആദ്യം നിന്റെ റിസർച്ചൊക്കെ കഴിയട്ടെ, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ജോലിക്കാരൊക്കെ അന്വേഷിക്കാം. മതിയമ്മേ, ഇനി വേണ്ട. ഒരുത്തി വരുന്നത് വരെ അമ്മയ്ക്ക് നിങ്ങളെ നോക്കാതിരിക്കാൻ പറ്റുമോ മോനെ? അമ്മ ഇങ്ങനെ സ്നേഹിച്ചാൽ ജയേട്ടന്റെ വയറ് പൊട്ടിപ്പോകും. ഒരു തരത്തിൽ നോക്കിയാൽ മേനൽ സാർ പറഞ്ഞാണ് ശരി. ഈ അന്ധവിശ്വാസം മാറാതെ നമ്മുടെ നാട് നന്നാകില്ല. 16,008 ഭാര്യമാരും അവർക്കൊക്കെ ഉഗ്രൻ കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നിട്ടും കാട്ടിൽ കിടന്ന് മരിച്ച അവതാരം. സ്വന്തം ഭാര്യയെ വേറൊരുത്തൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ കുരങ്ങന്മാരുടെ സഹായം അഭ്യർത്ഥിച്ചു പോയ അവതാരം. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ച അവതാരം. മെക്ക മുതൽ മെദീന വരെ ഓടിയ അവതാരം. ആലോചിച്ചു നോക്കിയാൽ ഈ ദൈവങ്ങളുടെ ഒക്കെ കാര്യം വലിയ കഷ്ടമാണ്. അതുപോട്ടെ, അപ്പോൾ അവയെ ആരാധിക്കുന്ന നമ്മുടെ കാര്യമോ? അതാണല്ലോ ഈ നാട്ടിന്റെ ശാപം. വഴിപാട്, പ്രാർത്ഥന, നാണക്കേട്. മനുഷ്യനിൽ കവിഞ്ഞ ഒരു ശക്തി ഉണ്ടോ മിസ്റ്റർ റാഡി? മേനോൻ സാർ പറഞ്ഞതുപോലെ ഇല്ലാത്ത ദൈവങ്ങളെ പടച്ചുവിട്ടു മനുഷ്യൻ തന്നെയല്ലേ? അമ്മേ, ഗോപിയേട്ടൻ പോയോ? ഇല്ല, അവൻ ഡ്രസ് ചെയ്യുന്നുണ്ടാവും. പഠിത്തമൊക്കെ എങ്ങനെ ഉണ്ട് മാലു? കാപ്പി എടുക്കട്ടെ മോളെ? ഇവൾക്ക് കാപ്പി എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കാനോ? അകത്ത് പോയി കുടിക്കടി.
ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തലവേദനയാണ്. എന്ത് ചെയ്യാം, അന്ധവിശ്വാസികളുടെ നാടായി പോയില്ലേ. അങ്കിൾ അമ്പലത്തിൽ പോയിട്ട് വരിക. അതെ, ഇവിടുത്തെ വിഡ്ഢിത്തം കണ്ടു നിന്നാൽ സമയം പോകുന്ന അറിയില്ല. ഞാൻ കുളിക്കാൻ പോട്ടെ. എങ്ങോട്ടാ? ചോദിച്ചത് കേട്ടില്ലേ? ഈ താലവും തിരിയുമായിട്ട് എങ്ങോട്ടാണെന്ന്. ദേവിക്ക് എത്ര പറഞ്ഞാലും അനുസരിക്കില്ല അല്ലേ? ഇന്ന് അങ്ങയുടെ പിറന്നാളാ. കണ്ട കല്ലിനെയും മണ്ണിനെയും പൂജിച്ച് എന്റെ ആയുസ് വർദ്ധിപ്പിക്കണ്ട. മിസ്റ്റർ മേനോൻ, ഏതായാലും ലക്ഷ്മിയമ്മ പുറപ്പെട്ടതല്ലേ, ഞാൻ നേർന്നിരുന്നതാ. പോയി വരട്ടെ. പോയേ തീരുമെങ്കിൽ പോകാം. നാളെ മുതൽ പോകേണ്ടി വരില്ല. ദൈവങ്ങൾ ഇരിക്കേണ്ടത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഇത് മനുഷ്യനുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നവരെ ഓടിക്കേണ്ടത് മനുഷ്യന്റെ ചുമതലയാണ്, തുണയുള്ള മനുഷ്യൻ. അമ്മേ, എന്റെ അമ്മേ! അമ്മേ, ദേവി! അമ്മേ, ദേവി! അമ്മേ! അമ്മേ, ദേവി! അമ്മേ, ദേവി! എന്ത് പറ്റി എന്റെ ഈശ്വര? പക്ഷേ എന്റെ അമ്മ, എന്റെ ദേവി, ദേവി! കണ്ടെങ്കിൽ Oh
കത്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും? ലക്ഷ്മിയമ്മ പാവമായതുകൊണ്ടാ, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയ്ക്ക് ക്രൂരതയൊന്നും കാണിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? ആ മുഖത്ത് നോക്കി എതിർക്കാൻ ഇന്നേ വരെ എനിക്ക് ധൈര്യം വന്നിട്ടില്ല. 2 പ്രസവിച്ചല്ലോ, അത് എതിർത്തിട്ടല്ലല്ലോ അല്ലേ ലക്ഷ്മിയമ്മ? നീ അപ്പുറത്ത് കൂടി അദ്ദേഹത്തിന് ആഹാരമൊക്കെ എടുത്തു വെക്ക്. ആ, മാലു ഇനിയും വന്നിട്ടില്ല. ഞാനും പോട്ടെ, വീട്ടിലാരുമില്ല. കുടുംബം കാത്തുവന്ന ദേവിയാണ്. വേഗം പറയൂ. ഈ ഗ്രാമത്തിന്റെ സംരക്ഷകയാണ് ദേവി. അമ്മ ഇത് സഹിക്കില്ല. അമ്പലം തകർത്ത് ദേവി ഇവിടെ ഓടിച്ചളയാമെന്ന് വിചാരിക്കണ്ട. കൂടുതൽ ശക്തിയോടെ ദേവി ഇവിടെ വാഴുക തന്നെ ചെയ്യും. ഇതെന്റെ സ്ഥലമാണ്. അതിനൊന്നും ഞങ്ങൾ എതിര് പറഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദേവിക്കുമുള്ള സ്ഥലമല്ല ഇത്. അവിവേകം പറയരുത്. ഒരു കരിങ്കൽ പ്രതിമയെ കാറ്റും വെയിലും കൊള്ളാൻ സൂക്ഷിച്ചതുകൊണ്ട് വിവേകിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേലാളിനെ പറ്റി സംസാരിക്കാൻ ആരും ഇങ്ങോട്ട് വരരുത്. അച്ഛാ, വെളിച്ചപ്പാട് ആത്മഹത്യ ചെയ്തു. അറിഞ്ഞു. അച്ഛനാണ് ആത്മഹത്യക്ക് കാരണം. അവനോട് ആത്മഹത്യ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അച്ഛനെ അപമാനിച്ചത് ആ പാവത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അവനെ പൂട്ട് പൂജിക്കണം. അവിവേകികൾ പലതും ചെയ്യും. അതിനാരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് ആ രംഗം കണ്ട് സഹിച്ചില്ല. നീ കേട്ടിട്ടുണ്ടോ? പുരോഗതിയുടെ പാത ബുദ്ധിശൂന്യന്മാരുടെ ശവശരീരം കൊണ്ട് നിറഞ്ഞതാണ്. സ്വന്തം വിശ്വാസങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കലാണ് പുരോഗമനമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഗോപി, ഗോപിയുടെ വീട്ടിലുണ്ടോ? ഞാൻ വരുമ്പോ അവിടെ മുറിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് ഒന്ന് വരാൻ പറയട്ടെ. ഹലോ, ബസ് പരിപാടിയല്ലേ? മാധവ മേനോനാണ്. പെട്ടെന്ന് ഇതുവരെ വരണം. ഒരു സീരിയസ് മാറ്ററാണ്. ഉടനെ തന്നെ വരണം. ഓക്കെ, താങ്ക് യു.
വേലു, എന്തോ? വേഗം അങ്ങോട്ട് ചെല്ലൂ. അവൻ ആത്മഹത്യ ചെയ്തു. അവൻ ആ മരത്തിന്റെ ചോട്ടിലുണ്ട്. വേഗം അങ്ങോട്ട് ചെല്ലൂ. ഞാൻ ഡോക്ടറെ കൂട്ടി വരാം. എന്താ? വരൂ, പറയാം. തോട്ടത്തിലേക്ക് പോവാം. ദാ, അവിടെ എന്ത്? അവിടെ അവിടെ കിടപ്പുണ്ട്. അവൻ ആത്മഹത്യ ചെയ്തു. വേഗം പോകും. ഗോൽകുഞ്ഞ്, ഗോൽകുഞ്ഞ്, ഗോൽകുഞ്ഞ്. മേനു സാറിനോട് വേഗം ഇങ്ങോട്ട് വരാൻ പറയും. അദ്ദേഹത്തിന് കാണണ്ടെന്ന് പറഞ്ഞു. സാറിനോട് അങ്ങോട്ടിയല്ലേ? മിസ്റ്റർ മേനോൻ, സീരിയസ് ആണ്. ഐ എം സോറി. പോലീസിൽ അറിയിക്കാതെ എനിക്ക് ശേഷിക്കാൻ പറ്റിയ കേസല്ല. പക്ഷേ ഏറാടി, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ മകൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ലോകം അറിയാൻ പാടില്ല. ഞാൻ കാറ് കൊണ്ടുവരാം. വേണ്ട, എന്റെ കാറുണ്ടല്ലോ. എപ്പോഴും നിങ്ങൾക്ക് ഞാനുണ്ടായിരിക്കും. ധൈര്യമായി പ്രവർത്തിക്കും. വേലു, എന്തോ? പോയി ഡോക്ടറെ സഹായിക്കും. വരൂ. ജാനകി, ജാനകി, വരുന്നേ. ഞാൻ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. തോട്ടത്തിൽ നായ വല്ലാതെ കുരയ്ക്കും. പോയി എന്താന്ന് അന്വേഷിക്കുക. അതിന് വലിയ കാര്യമൊന്നും വേണ്ട. തീറ്റ കൂടി പോയിട്ടാ. നീ പോയി അന്വേഷിക്കടി. ശരി. വന്നിരുന്നു തോന്നുന്നു. കാറിന്റെ ശബ്ദം കേട്ടു. പോയോ? പോയി. എന്താ ഇത്ര പെട്ടെന്ന് പോയത്? ഗോപിയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ മോനെയോ? അതെ. അവനെന്ത് പറ്റി പറയൂ.
എന്റെ മോൻ എന്ത് പറ്റി? ഡ്രൈവർ പുറത്തുണ്ട്, പോകും. ഒരുപക്ഷെ നിനക്കവനെ കാണാൻ സാധിക്കില്ല. ഡ്രൈവർ, വേഗം കാർ എടുക്ക. ഡോക്ടർ അകത്തുണ്ടോ? ഉണ്ട്. ശക്തിയരുത്, മാറി നിൽക്കും. എന്റെ മോൻ എന്ത് പറ്റി? പേടിക്കാതിരിക്കും, ഞാൻ പറഞ്ഞു കേൾക്കൂ. വരണം പ്ലീസ്. വെൽക്കം സിസ്റ്റർ. എന്റെ മോനെ രക്ഷിക്കൂ ഡോക്ടർ. അതെന്റെ ധർമ്മമാണ്. വീട്ടിൽ പോയി സമാധാനമായിരിക്കൂ. രാത്രി മുഴുവൻ ഞാനിവിടെ കാണും. ഞാൻ പോവില്ല. എന്റെ മോൻ ആശ്വാസം കാണാതെ ഞാൻ പോവില്ല. എന്നിൽ കൂടുതൽ നിങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാനാവില്ല. എങ്കിലും കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കാതെ വീട്ടിൽ പോകൂ പ്ലീസ്. നാളെ കാലത്ത് കാണാം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ആസ്പത്രിയിൽ പോയില്ല. അമ്മേ, ആരും ഒന്നും പറയുന്നില്ല. നമുക്ക് ഗോപിയേട്ടനെ കാണാൻ പോണം. എന്റെ പാർക്കുട്ടിയമ്മേ, ഞാൻ എന്റെ വിഷമം ആരോട് പറയാനാ? എന്തു പറ്റി? എന്റെ നായര് പുലർച്ചയ്ക്ക് വന്നതാ. അപ്പ മുതൽ ഒരേ ഇരിപ്പ, ഒന്നും മിണ്ടുന്നില്ല, ഉറങ്ങിയിട്ടും ഇല്ല. ജാനകി, ആശുപത്രി വിശേഷമൊക്കെ എന്തായി? എനിക്കെന്തറിയാം. വല്യങ്ങന്ന ബംഗ്ലാവിലുണ്ട്. ആശുപത്രി പോയില്ലേ? ഇല്ല. അതെന്താ? ആർക്കറിയാം. ശാരദേ, നീ ടാക്സിയുടെ പേ തരെ. അമ്മേ, അമ്മേ. ഈ മുറിയിലാണോ? കാണാമോ? ഇങ്ങനെ കരഞ്ഞാലോ? ഡോക്ടർ വിളിക്കുന്നു. വരൂ ലക്ഷ്മിമേ, ഇനി ഭയപ്പെടണ്ട. എന്റെ മോനെ, അമ്മ എത്ര ഭയപ്പെട്ടു. അമ്മ ഗോപിയേട്ട, ഇതാരാന്ന് പറയൂ ഗോപി. മാലുവാണ് ഗോപിയേട്ട. മാലു, എന്റെ മോൻ എന്തു പറ്റി ഡോക്ടർ?
അന്ന് കാപ്പി. എനിക്ക് എന്തെല്ലാം എപ്പോഴെല്ലാം വേണമെന്ന് നിനക്കറിയാമോ? പറയടി, ഇതിനു മുമ്പ് നീ ഈ മുറിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനു വന്നു? ഒന്നും കഴിച്ചിട്ടില്ല. നിന്റെ സഹതാപം ആവശ്യമില്ല. ഇതുകൂടി. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അച്ഛൻ വരുന്നില്ലേ? ജയ, ഇനി അവനെ കുറിച്ച് എന്റെ മുമ്പിൽ ഒരു വാക്ക് പോലും സംസാരിക്കരുത്. അവൻ ആത്മഹത്യ ചെയ്യാനൊരുങ്ങി. എന്തിന്? ഞാനെങ്ങനെ അറിയും? ഭീരുവായ മകന്റെ അച്ഛൻ മനുഷ്യരുടെ മുഖത്തെങ്ങനെ നോക്കും? അവിവേകമായി പോയി. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എന്ത് സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഞാൻ ഉറങ്ങാതെ ആലോചിച്ചു. ഒന്നും ഓർമ്മ വരുന്നില്ല. വിഷമിക്കാതിരിക്കൂ ഗോപി, എല്ലാം നേരെയാവും. ഫോൺ കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയന്നു പോയി. ഭാഗ്യത്തിന് ഫസ്റ്റ് ഫ്ലൈറ്റിന് തന്നെ വരാൻ സാധിച്ചു. ആരെയും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. എനിക്കെന്റെ ഓർമ്മ തിരിച്ചു കിട്ടുമോ? എന്ത് തിരിച്ചു കിട്ടുമെന്ന്? അതിന് നിനക്ക് രോഗമൊന്നുമില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു ഭയപ്പെടാനൊന്നുമില്ലെന്ന്. കുറച്ച് വിശ്രമിക്കും. ബോറടിക്കുന്നുണ്ടെങ്കിൽ മാലിനോട് ഞാൻ വരാൻ പറയാം. മാലു, എല്ലാരെയും ആദ്യം മുതൽ പരിചയപ്പെടണം. അധികം സംസാരിക്കണ്ട, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാരാണെന്ന് നോക്കി. ടോമി, കീപ് ക്വയറ്റ്. വരൂ വരൂ. പതിവില്ലാത്ത വിരുന്നുകാരാണല്ലോ. വഴി തെറ്റി വന്നതാണമ്മേ. അതൊന്നുമല്ല, ലക്ഷ്യം ഇങ്ങോട്ട് തന്നെയായിരുന്നു. നായി വല്ലാതെ കുലയ്ക്കുന്നു. എന്ത് പറ്റിയവന്? എന്തെങ്കിലും കണ്ടു കാണും. ഞാൻ നിന്നെ കൂട്ടിയിട്ട് വരാം. എവിടെയെങ്കിലും കയറിയിരിക്കൂ. ഇപ്പൊ വരാം. കാണും ടോമി, കാൺ. പ്രത്യേകിച്ച് കയറിയിരിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. മാലുവിനോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോടോ? അതെ. നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാനിപ്പോ കാപ്പിട്ടുണ്ട്. വേണ്ട. അങ്ങനെയല്ല, കൊണ്ടുവരട്ടെ. എനിക്ക് വേണം. മാലു, ഇനി അടുത്ത് വരൂ. ഞാനിവിടെ നിന്നോളാം. വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ്. എന്റെ ചില ചോദ്യങ്ങൾക്ക് മാലു ശരിയായ മറുപടി തരണം. കേൾക്കട്ടെ. നീയും ഗോപിയും പരസ്പരം സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാരണവശാൽ? ഇല്ല, ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഗോപി ആത്മഹത്യക്ക് ശ്രമിക്കുവാൻ നീ മുഖാന്തരം ഒരു കാരണം ഉണ്ടായിട്ടില്ല അല്ലേ? എന്തെങ്കിലും എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. യെസ്, ഐ അഡ്മിറ്റ്. മേ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു ആൻസർ, ബട്ട് ദയവായി. തീർച്ചയായും മറുപടി പറയാം. ഈ നായ എപ്പോഴും മാലുവിന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലേ? ഉണ്ടാവും. എന്താണ്? ബോധമില്ലാതെ കിടന്ന ഗോപിയുടെ അടുത്തും ഈ നായയെ കണ്ടു. അമ്മേ, അമ്മേ. പറയൂ കുട്ടി, ഒരു പ്രധാന സംശയമാണ്. ഇല്ല, എനിക്കൊന്നും അറിയില്ല. എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. അമ്മേ, അമ്മേ. ഇതാ കാപ്പി. ഓ, എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ തന്നെ പേടി തോന്നുന്നു. എന്തിന്? എന്തോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നിന്നെ ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയായി കരുതിപ്പോയി. അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. ആഹാ, മാലുവിനെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ. ഇത് മാലുവിന്റെ നായല്ലേ?
മേനോൻ സാറിന് നായയെ ഇഷ്ടമല്ല. ബാലു, നായ ഉരച്ചാൽ അച്ഛൻ ശോഭിക്കും. വേഗത്തിനെ പറഞ്ഞേ. ടോമി പോകൂ. എന്ത് ബുദ്ധിയുള്ള മൃഗം. അന്വേഷണങ്ങളെല്ലാം ചെന്ന് മുട്ടുന്നത് ഈ വീടിന്റെ വലിയ ചുമരുകളിലാണ്. അല്ല ഡോക്ടർ, ഗോപിയെ കൂടി എന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയാലോ? അത് ശരിയാവില്ല. അവൻ ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ നിന്ന് മാത്രമേ അവന്റെ ഓർമ്മകൾ തെളിഞ്ഞു വരികയുള്ളൂ. ടോമി 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 എവിടെയാണ് പിടിപെട്ടത്? എന്താണ് സംഭവിച്ചത്? ഞാൻ ഭയന്നുപോയി. എന്റെ ശരീരം എപ്പോഴും വിറയ്ക്കുന്നു. എന്താണ് വെച്ചാ? ഞാനൊരു കാര്യം ഒരു പ്രാവശ്യമേ പറയൂ. പോകൂ എന്റെ മുമ്പിൽ നിന്ന്. എന്താ മനു? പറയൂ. എന്റെ ടോമി അങ്കിൾ കിടങ്ങുകയാണ് ചെയ്തത്. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. എനിക്കറിഞ്ഞൂടാ. ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. എന്നെ ഞാൻ എവിടെ അന്വേഷിക്കും? എങ്ങും അന്വേഷിക്കണ്ട. നാളെ നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താം. മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണി, പഴയ ഉണ്ണി. ഉണ്ണിയല്ല, യുവാവ്. തമാശ തമാശ. അമ്മ വരില്ലേ? വയസ്സായില്ലേ, ഇപ്പൊ പുറത്തിറങ്ങാറില്ല. തന്റെ അമ്മയല്ലടോ. ഗോപിയേട്ടന്റെ അമ്മയോ? പാവം. കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ്. എന്റെ അമ്മയോ? അല്ല, ചിരിച്ച് 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 ചിരിച്ച്. ഒന്ന് ചുമ്മാരിടോ. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് ആരും വരില്ല അല്ലേ? നാളെ വീട്ടിലേക്ക് പോവുകയല്ലേ, പിന്നെ ആ കാര്യം ഓർത്ത് വിഷമിക്കുന്ന എന്തിനാ? എന്താ എന്താ? ഒരു നായുടെ ശബ്ദം കേൾക്കുന്നില്ലേ? ഏറാടിക്ക് ഫോൺ ചെയ്യൂ. എനിക്ക് നല്ല സുഖമില്ല.
ഞാൻ പറഞ്ഞതിന് മറുപടി കിട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എന്നുകൂടി പറയാം. ഞാനൊരു രോഗിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ ഓപ്പൺ ഹാർട്ട് ആയതുകൊണ്ട് ഞാൻ ഇത്രയും തുറന്നു പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ എന്നെ പ്രേമിക്കുക, അതെനിക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേറെ നേഴ്സുമാരുണ്ടല്ലോ. എന്നാ അതാണ് നല്ലത്. പോവുകയാണ് ചാച്ച ഒന്ന് രക്ഷപ്പെടുത്താന്ന് കരുതിയപ്പോ വരും പറയട്ടെ. ഞാൻ പറഞ്ഞതിന് മറുപടി കിട്ടിയില്ല. അനിയ, എനിക്ക് ഭർത്താവും 4-5 കുട്ടികളും ഉള്ളതാ. അനിയൻ വേറെ ആളെ നോക്ക്. തള്ളയാണ്. എന്നാ പിന്നെ വേറെ ഏതും നോക്കാം. ഏതായാലും ഗോപിയെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട. മേനോൻ സാർ മാനസികമായി ആകെ തളർന്നിരിക്കല്ലേ. ഇപ്പോൾ ഗോപിയെ കണ്ടാൽ അത് കൂടുതലാകേ ഉള്ളൂ. പിന്നെന്ത് ചെയ്യും? അമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഗോപി തൽക്കാലം അമ്മാവന്റെ കൂടെ എസ്റ്റേറ്റിൽ താമസിക്കട്ടെ. അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പൊ അവരോട് പറയണ്ട. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. എന്താ ഉണ്ണി ഗോപിയുടെ അടുത്തിരിക്കാതെ പുറത്തൊക്കെ ചുറ്റി നടക്കുന്നത്? അല്ല, ഗോപിയായിട്ട് തനിച്ചിരുന്ന വല്ല കുഴപ്പമുണ്ടാവുമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ലക്ഷ്മിയോ? എന്താ പെട്ടെന്ന്? എന്താ ഗോപി, സുഖം തന്നെയല്ലേ? തറവാട്ടമ്പലമൊക്കെ തകർത്തെന്ന് കേട്ടു. അതൊരു ഭാരമാണെങ്കിൽ ഈ കരിങ്കല്ലിന് വേണ്ടി കുറെ പണവും സമയവും ചെലവ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇതാരാ മനസ്സിലായില്ലല്ലോ. എന്ത് മനസ്സിലായില്ലേ? ഞാൻ ഗോപിയുടെ അമ്മയുടെ ചേട്ടത്തിന്റെ മകളുടെ മകനാ. പറഞ്ഞു വന്നാ ഞങ്ങൾ നമ്മൾ ചേട്ടാഞ്ചന്മാർ, നിങ്ങൾ അങ്കിളും. വളരെ അടുത്ത് ബന്ധു. ഞാനും പപ്പിയും മമ്മിയും മലേഷ്യയിലായിരുന്നു. ഗോപിക്ക് സുഖമില്ലാന്ന് കേട്ടപ്പോ അടുത്ത ഫ്ലൈറ്റിൽ അങ്ങോട്ട് പറഞ്ഞു. വയസ്സായതുകൊണ്ട് മമ്മിയും പപ്പിയും വന്നില്ല. കാരണം അവർ ഫ്ലൈറ്റിന് ശരിക്കും വോമിറ്റ് ചെയ്യും. മനസ്സിലായി? എടാ, നുണ പറയുന്നതിന് ഒരു അതിരുണ്ട്. മതി, ഒന്ന് നിർത്ത്. തമാശ. ഈ അമ്മ എപ്പോഴും തമാശ പറയുള്ളൂ. അല്ലേ ഗോപേട്ടാ? ഗോപിക്ക് എന്ത് പറ്റി? ഇവനെന്താ ഒന്നും മിണ്ടാത്തത്? അത് പറയാനാ ചേട്ടാ ഞാൻ വന്നത്. ഇവനെ കുറച്ചു ദിവസം ഇവിടെ ഒന്ന് നിർത്തണം. ആളിയനെ ഇഷ്ടമാകുമോ? ഞാൻ ഭജനയും പൂജയൊക്കെ ഉള്ള ആളാണല്ലോ. അതൊന്നും സാരമില്ല. ഞാൻ ചേട്ടനോട് എല്ലാം വിശദമായിട്ട് പറയാം. മാമണി, അങ്കിൾ ഞാൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോ അങ്കിളിന് വേണ്ടി ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരാം. കളിയും പറഞ്ഞ് നിൽക്കരുത്, വേഗം വരണം. ഓ, ഗോപിയുടെ കാര്യം എന്തായി? ലക്ഷ്മമ്മേ, മകന്റെ കാര്യം വല്ലതും പറയാറായോ? ഞാൻ എന്ത് പറയാനാ? ആശുപത്രിയിലാണോ? ഞാൻ അങ്ങോട്ട് പോവാണ്. പലതും കേട്ടു. എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അമ്മേ, വാ മോളെ, കയറിയിരിക്കും. ഒരു പക്ഷേ നിനക്കെങ്കിലും അവന്റെ ഓർമ്മ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ അമ്മയോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോളാം. ജാനു, നീ വീട്ടിലേക്ക് പോയിക്കോ. അടുക്കള പണിയൊന്നും ആയിട്ടില്ല. ശരി, വരും മോളെ. ഇതാരാണെന്ന് നോക്കിയ മോനെ. ഗോപിയേട്ടാ,
പോയില്ലേ മോനെ? മാനു, ഗോപിയേട്ടന് എപ്പോഴും ഒരു ഉത്സാഹമില്ലാത്ത എന്താ? ഉത്സാഹമില്ലാഞ്ഞിട്ട് ഇന്ന് കുളിച്ചില്ലേ? ഇല്ല, ഇന്നലെയും കുളിച്ചില്ല. അതെന്താ? തോന്നിയില്ല, ഒന്നും തോന്നുന്നില്ല. ദിവസവും കുളിക്കണം മോനെ. ആ മാലു, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഏട്ടനെ കാണട്ടെ. പിന്നെ പോകാമേ. അച്ഛൻ വരില്ലേ അമ്മേ? അച്ഛൻ വന്നാ ഞാനിവിടെ വരില്ല. ഗോപിയേട്ടന് ആരെയാ ഇഷ്ടം? ഉദയം കഴിഞ്ഞാൽ പുലരികളില്ല, വസന്തം മറഞ്ഞാൽ പറവകളില്ല, സുഗന്ധം കുറഞ്ഞാൽ പൂവുകളില്ല. ഒരു ശിലയിൽ കാൽ ചവിട്ടി ഒരു ശിലയുടെ കാൽ വണങ്ങാൻ ഒരു ശിലാപ്രതിമയല്ല ഞാൻ, വെറും ഒരു ശിലാപ്രതിമയല്ല ഞാൻ.
വില കുറഞ്ഞ ജീവിതത്തിൻ നിലമറന്ന യൗവനത്തിൻ ചപലമായ വികൃതികളല്ലേ, എല്ലാം ചപലമായ വികൃതികളല്ലേ. മാലു, ഞാൻ പറഞ്ഞാ നീ അനുസരിക്കില്ല അല്ലേടി? ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകണം. അമ്മേ, നീ മാത്രമേ ഉള്ളൂ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇല്ലമ്മേ, ഇല്ല, ഇനി ഗോപേട്ടനെ കാണാൻ പോവില്ല. അങ്ങനെ അല്പാൽപമായി നിങ്ങൾ ഒറ്റപ്പെട്ടു വരികയായിരുന്നു. കാലം കടന്നുപോയത് ആരും അറിഞ്ഞില്ല. എന്റെ അച്ഛന് ഞാൻ മരിക്കാത്തതായിരുന്നു ഏറ്റവും വലിയ ദുഃഖം. എനിക്കിതുവരെ ഒന്നും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മാഞ്ഞുപോയ ഓർമ്മകളെ ഈ പരിസരം അവ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഈ കുളത്തിലും ഈ മരച്ചോട്ടിലും തോട്ടത്തിലും ബംഗ്ലാവിലും ഒക്കെ എന്തൊക്കെയോ രഹസ്യങ്ങൾ. ഞാനിത് കണ്ടുപിടിക്കും. ഗോപിയുടെ അച്ഛനൊഴിച്ച് മറ്റാർക്കും അറിയാത്തവയാണവ. ഞാനതറിയും. ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അമ്മേ, അവരെവിടെ? ആര്? ഗോപിയോ? അതെ, അന്വേഷിച്ച് മടുത്തു അമ്മേ. ഒരു കാര്യം, അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനിപ്പോ എന്തുണ്ടായി? അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ആളുകൾ എന്തൊക്കെയാ പറയുന്നത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രാമം തന്നെ തകർത്ത് കളയുമായിരുന്നു. അത്രയ്ക്ക് അവൻ എന്ത് ചെയ്തു മോനെ? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ആളുകൾ പറയുന്നു ദൈവശിക്ഷയാണെന്ന്. അച്ഛൻ ചെയ്ത മഹാപാപങ്ങളുടെ ശിക്ഷയാണത്രേ. അവന് ഭ്രാന്താണെന്ന്. മോനെ, നാട്ടുകാരെന്തും പറയട്ടെ, നമുക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അമ്മേ, ഗോപി ഉള്ളിടത്തോളം കാലം ഇവിടെ ആർക്കും ഒരു സ്വസ്ഥയും കിട്ടുകയില്ല. പോരാത്തതിന് എന്റെ ലീവ് കഴിയാറായി. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഈ വേദനകളെല്ലാം സഹിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. മോനെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവനും എന്റെ മോനല്ലേ. അമ്മേ, ഗോപിക്ക് ഇനി പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇത്രയും കാലം എസ്റ്റേറ്റിൽ അമ്മാവന്റെ കൂടെ കഴിഞ്ഞില്ലേ, ഇനിയും അവൻ അവിടെ തന്നെ കഴിയട്ടെ. അവനെ ഇന്ന് തന്നെ ഞാൻ എസ്റ്റേറ്റിൽ കൊണ്ടുവന്നാക്കും. അവനെങ്കിലും സ്വസ്ഥത കിട്ടട്ടെ. വേണ്ട മോനെ. അമ്മേ, ജയേട്ടൻ പറയുന്നതാണ് ശരി. അമ്മേ, ഗോപേട്ടനോടെ രാവിലെ മുതൽ കണ്ടില്ലല്ലോ. അവൻ അപ്പുറത്തെങ്ങാനും കാണും. ഗോപേട്ടൻ എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എന്നെ അറിയുന്നവർ ഞാൻ ആരാണെന്ന് പറയുന്നില്ല. പിന്നെ ഇവിടെ ജീവിച്ചിട്ട് എന്തർത്ഥം? ഗോപേട്ടൻ പോരുത്, എനിക്ക് വേണ്ടിയെങ്കിലും. ഇത്രയും കാലം
എല്ലാവർക്കും തട്ടിക്കളിക്കാവുന്ന ഒരു പാവയെ പോലെയായിരുന്നു. ആർക്കും എന്നോട് സ്നേഹമില്ല, സത്യം പറയാനുള്ള മനസ്ഥിതി പോലുമില്ല. ഞാൻ എന്റെ വീട്ടിൽ അന്യനായത്, എന്റെ അച്ഛൻ എന്നെ വെറുത്തത്, ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇന്നും എനിക്കറിഞ്ഞുകൂടാ. ബോബേട്ടാ, ഞാൻ പറയാം. എനിക്കറിയാവുന്നത് മുഴുവൻ. ഞാൻ പറിച്ചു തരണോ? മരത്തിൽ കാണാതെ കിട്ടില്ലെങ്കിൽ നീ പറഞ്ഞാൽ വേണമെങ്കിൽ. നല്ല രസമായിരിക്കും. മാലു, നീ വലുതായി പോയി. ഞാൻ വരട്ടെ അങ്കിൾ. നിൽക്കൂ കുട്ടി, നിന്നെ നോക്കി നിൽക്കാൻ ഒരു രസം. അങ്കിൾ, ഞാൻ ഈറം മാറിയിട്ടില്ല. അയ്യോ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ. അയ്യോ അങ്കിൾ, എന്നെ വിടൂ, എന്നെ വിടൂ അങ്കിൾ, അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ. അയ്യോ അയ്യോ, എന്നെ വിടൂ. അയ്യോ അയ്യോ അങ്കിൾ, എന്നെ വിടൂ. അയ്യോ എന്നെ വിടൂ അങ്കിൾ. അയ്യോ അയ്യോ അങ്കിൾ, എന്നെ വിടൂ അങ്കിൾ. അയ്യോ അയ്യോ എന്നെ വിടൂ അങ്കിൾ. അയ്യോ അങ്കിൾ, എന്നെ വിടൂ. അയ്യോ Gobita! 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 ഞാൻ മറ്റെല്ലാരെക്കാളും സമർത്ഥനും ബുദ്ധിമാനുമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ എന്റെ വിശ്വാസങ്ങൾ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ മുൻപിൽ ഞാൻ തോറ്റു. എന്റെ എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണേ. വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് ശക്തി തരണേ. മാലു, നീ എനിക്ക്
മാപ്പ് തരണം. ഒരു നിമിഷം ഞാൻ പതറിപ്പോയി. ഇത്രയും കാലം ഈ വേദന ഞാൻ ഒറ്റയ്ക്ക് സൂക്ഷിച്ചു. ആരോടും ഒരിക്കലും പറയുന്നു വിചാരിച്ചാണ്. പക്ഷേ എന്റെ സങ്കല്പങ്ങളെല്ലാം എനിക്ക് നഷ്ടമായി. ഇപ്പോൾ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു. കുറ്റമെന്റേതാണ്. ഈ രഹസ്യം അറിയാൻ ഞാൻ ശ്രമിക്കരുതായിരുന്നു. ഒരച്ഛന്റെ രഹസ്യങ്ങൾ അറിയാൻ ഒരു മകനും ശ്രമിക്കരുത്. ഗോപേട്ട, ഗോപേട്ട, ഞാനെന്ത് തെറ്റിയത് ഗോപേട്ട? എനിക്കാരുമല്ല ഗോപേട്ട.